ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാനൊരു വേദവാക്യം വായിക്കാം. അതിനു മുന്നേ ഒരു ഇൻസിഡൻറ്റ് പറയാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ സൺഡേ ഞാൻ ആരാധന കഴിഞ്ഞ് നമ്മൾ വെളിയിൽ നിൽക്കുന്ന സമയത്ത് അസിയേൽ ഓടി വന്ന് എൻ്റെ അടുത്ത് ഒന്നുമല്ല, അസിയലിനോട് പറയുകയാണ്, മാത്യു 3:2 സ്തോത്രം, റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. ഞാൻ അവിടെ ഗ്ലാസ് ഡോറിന് മുന്നിൽ നിൽക്കുവാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഓടി വന്ന് എന്നോട് പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിട്ട്, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. സാധാരണ അങ്ങനെ ബൈബിൾ വാക്യമൊന്നും എന്നോട് പറയുന്നതല്ല, പക്ഷേ ഞാൻ സർപ്രൈസ്ഡാണ്. കാരണം ദാറ്റ് വാസ് മൈ ടുഡേയ്സ് കീവേഴ്സ്. I don't know how he got it, but he just come and he spoke to me. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കർത്താവ് കുഞ്ഞുകുട്ടികളുടെ ഉള്ളിലും എല്ലാം ദൈവം ആലോചനകൾ കൊടുക്കും. അവൻ അത് നടത്തും. നമുക്ക് ആ വാക്യം തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. അത് ഞാൻ അതിന് ശേഷം തീരുമാനിച്ചതല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ രണ്ടാമതും ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈ ആഴ്ച പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം പറയുമ്പോൾ തന്നെ ദൈവം തന്ന വാക്യമാണ്. പക്ഷെ അത് എനിക്ക് മാത്രമല്ല തന്നിരിക്കുന്നത്, അത് അസിയേലിന് കൊടുത്തു. ദൈവത്തെ ഒന്ന് കൈയടിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈസ് എ ഗുഡ് ഗാഡ്. അമേൻ, അമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഗോഡ്സ് ക്രൈ ഫോർ ഹ്യൂമാനിറ്റി. ഗോഡ്സ് ക്രൈ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരച്ചിൽ. നമ്മൾ പലപ്പോഴും അല്ല, ഒട്ടുമുക്കാലും നമ്മൾ ദൈവത്തോട് കരയുന്നതേ കേട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി കരയുന്നത് അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സ്തോത്രം. കുറിവാക്യത്തിൽ പറയുന്നത് റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആധാരമായി 11 വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 11. അത് കഴിഞ്ഞ് നമ്മൾ മെസ്സേജ് നിർത്തുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലാണ് നിർത്തിയത്. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. വായിച്ചാട്ടെ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സ്വർഗരാജ്യം യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ ബലാത്കാരം ചെയ്യപ്പെടുന്നു. നമ്മൾ ശ്രദ്ധിച്ചത് ബലാത്കാരികൾ അതിനെ കൈവശമാക്കുന്നു. ദ വയലന്റ് പീപ്പിൾ. ഹല്ലേലൂയ. അവരാണ് അതിലേക്ക് പോകുന്നത്. ദേ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. അവരതിനെ പിടിച്ചടക്കുകയാണ്. ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ ആ വാക്യത്തിന് ആധാരമാക്കിയിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുവാണ്. എന്നാൽ നമ്മുടെ കീ വേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. സ്തോത്രം. ഇവിടെ ആദ്യം ചിന്തിക്കേണ്ടത് 12-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ. അതിനു മുന്നേയും സ്വർഗരാജ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? സ്വർഗരാജ്യം അതിനു മുന്നേയും ഉണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതലാണ് യുദ്ധം ആരംഭിക്കുന്നത്. ആൻഡ് ഓൺലി ദ വയലന്റ് പീപ്പിൾ കോൺകർ ഇറ്റ്, ഗെറ്റ് ഇൻ ടു ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുണ്ടായിരുന്നു. ക്രിയേഷൻ മുതൽ, അല്ലേ, ആദാം ഹവ്വ അവിടെ നിന്ന് തുടങ്ങി അബ്രഹാമിനെ വിളിക്കുന്നത് വരെ 2900 വർഷങ്ങൾ കടന്നുപോയി. അതിനുശേഷം അബ്രഹാം മുതൽ മലാക്കി പ്രവാചകൻ വരെ 1659 വർഷം കടന്നുപോയി, അല്ലേ? സ്തോത്രം.
അതും കഴിഞ്ഞ് നമുക്കറിയാം BC 433 മലാക്കി പ്രവാചകൻ തൻ്റെ പുസ്തകം എഴുതുന്നത്. അപ്പോഴേക്കും യെരുശലേം ആലയം പുനഃസ്ഥാപിച്ച് വീണ്ടും പണിയപ്പെട്ട് 100 വർഷങ്ങളോളം കഴിഞ്ഞു. ആ സമയത്ത് എന്തുണ്ടായി? ജനം വീണ്ടും ആ താലോലിച്ച് കൊണ്ടുവന്ന ജനമാ അല്ലേ, തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു. അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞു അല്ലേ? 2000 പരം വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച് ദൈവം കൊണ്ടുവന്നു. 1659 വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴും അവരുടെ അവസ്ഥ, ദേ വേർ ബാക്ക് സ്ലൈഡഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പറഞ്ഞിരിക്കുന്നത് ദേ ഡിസ്റിഗാർഡ് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തെ അവരെ എന്ത് ചെയ്തു? അവഗണിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു ജനം. അപ്പോഴാണ് മലാക്കി പ്രവാചകൻ പ്രവചിക്കുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞ് 400 വർഷത്തെ സൈലൻസ്. 400 വർഷത്തേക്ക് ഏകദേശം ദൈവവചനം നമുക്ക് കാണുന്നില്ല, ആരും എഴുതിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അത്രയും ഇരുണ്ട ഒരവസ്ഥയിലേക്ക് പോയി. എന്നാൽ ഈ കാലയളവിലെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല. ഉണ്ടായേക്കാം അല്ലേ, നമ്മൾ അതിന് മുന്നേ വായിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു 400 വർഷത്തെ സൈലൻസിന് ശേഷം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന സമയത്താണ്, പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പോൾ അതുവരെയും ഇല്ലാത്ത ചിലത് അന്നു മുതൽ യോഹന്നാൻ്റെ പ്രസംഗത്തിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. അതുവരെയും അന്നു മുതലാണ് അതിൻ്റെ ഓപ്പോസിഷൻ തുടങ്ങുന്നത്, അതിനെ എതിർപ്പുകൾ തുടങ്ങുന്നത്. അതുവരെയും സ്വർഗരാജ്യത്തെക്കുറിച്ച് ആർക്കും ചിന്തയില്ല, സാത്താനും ഒരു പ്രശ്നവുമില്ല. എന്നാൽ യോഹന്നാൻ്റെ പ്രസംഗത്തിന് ശേഷം ചിലർ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ സാത്താൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ എഴുന്നേറ്റു. അവിടെയാണ് ഓപ്പോസിഷൻ ഉണ്ടാകുന്നത്, അവിടെയാണ് വയലൻസ് ഉണ്ടാകുന്നത് അല്ലേ. ആരും എതിർക്കാനില്ലാത്തടത്ത് വയലൻസിൻ്റെ ആവശ്യമില്ല. It is under Satan's territory and he has his own things to do, and nobody will go to the kingdom of God because nobody is aware of that, and nobody wanted to go there also. Don't know what is happening. എന്നാൽ യോഹന്നാൻ പ്രസംഗിച്ച സമയം മുതൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. കാരണം അതുവരെയും ഒരു ചിന്തയുമില്ലാതിരുന്ന ചിലരുടെ ഉള്ളിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എരിവ് വരാൻ തുടങ്ങി, ദൈവരാജ്യത്തെക്കുറിച്ച് തീ കത്താൻ തുടങ്ങി. ഹല്ലേലൂയ. എതിർപ്പുകൾ വന്നപ്പോൾ എന്തുണ്ടായി? അതിനെ തടയുന്നവർ എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അന്നു മുതൽ വയലൻസ് ഉണ്ടാകുന്നത്. സ്വർഗരാജ്യം അന്നു മുതൽ വയലൻസ്, the kingdom of heaven suffer violence till from that day onwards. അപ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഹല്ലേലൂയ. അതുവരെ ഒരു കുഴപ്പവുമില്ല, തൻ്റെ അധികാരത്തിലിരുന്ന് ദൈവം പിശാച് പലതും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവിടെ നമ്മൾ കണ്ടു, അവിടെ ചിലർ എഴുന്നേറ്റു, സ്പിരിച്വലി വയലൻ്റ് ആയിട്ടുള്ള ചിലർ എഴുന്നേറ്റു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ചിലർ സ്പിരിച്വലി വയലൻ്റ് അവർ എഴുന്നേറ്റു. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, സ്പിരിച്വലി വയലൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവർ ഡിറ്റർമിൻഡ് ആണ്, അവർ പാഷനേറ്റ് ആണ്. അതുവരെയും ചിന്തയില്ലാതിരുന്നിടത്ത് സ്വർഗരാജ്യം നേടിയേ അടങ്ങൂ എന്ന ചിന്തയിൽ ചിലർ എഴുന്നേറ്റപ്പോൾ സാത്താന് പിടിച്ചില്ല. അവിടെയാണ് എതിർപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അവിടെയാണ് ഹല്ലേലൂയ
ഫൈറ്റ് അത് ആരംഭിക്കുന്നത്. സ്തോത്രം. ഡെവിൾ അവന് അതുവരെ ഒരു പണിയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ചിന്ത പലപ്പോഴും ഡെവിൾ നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുന്നതാണ്, നമ്മുടെയൊക്കെ വിഷയങ്ങൾ അല്ലേ? നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നെ അത് പിശാച് തടഞ്ഞു വച്ചിരിക്കുക, പിശാച് അത് പിടിച്ചു വച്ചിരിക്കുക, എനിക്ക് തരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരാളെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ പേര് എനിക്ക് പറഞ്ഞു തരണം. എന്താണെന്നറിയാമോ? ഈ പിശാച് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ കിട്ടേണ്ട ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? പിശാച് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ പലരും പറഞ്ഞു കേട്ടതും പലരും പ്രസംഗിച്ചതും പലരും ഉള്ളിൽ തന്നതുമായ ഈ ലോകത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചിലത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പറയും? അവനെ പറയും. എന്നാൽ വാസ്തവത്തിൽ അതൊന്നും ഒരു വിഷയമല്ല. എന്ത് അനുഗ്രഹം നീ കൊണ്ടോക്കോ, ഈ ലോകത്തിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് അവൻ പറയണേ. അല്ലാണ്ട് അവനിതൊന്നും തടഞ്ഞു വയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാ, അവന് എന്ത് വേണമെങ്കിലും ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അവനത് തടഞ്ഞു വെച്ചിട്ട് എന്താ ഗുണമുണ്ടാകുന്നത്? അവനത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. പക്ഷേ അവന് ഒരു കാര്യം അവന് നിർബന്ധമുണ്ട്, നീ സ്വർഗരാജ്യത്തിൽ പോകരുത്. ഹല്ലേലൂയ. ഇതാണ് അവൻ്റെ പ്രശ്നം. എന്നാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവൻ തടയുന്നത് മുഴുവനും ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കേണ്ട നന്മ മുഴുവനും അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. നമ്മെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട്, നമ്മെ സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് തടയാനായിട്ട് ചിലതൊക്കെ ഇവൻ അവിടെ ചെയ്യും. ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഫോക്കസ് അതായിരിക്കരുത്. നമ്മുടെ ഫോക്കസ് ഇവിടെ കിട്ടുന്ന നന്മകൾ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പിശാച് ഒന്നും ചെയ്യുന്നില്ല, ആരെയും തടയുന്നില്ല എന്നാ ചിന്ത അല്ല. പിശാച് തടയുന്നത് ആരൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയൊക്കെ അവൻ തടയും. കാരണം അതേക്കുറിച്ച് പറഞ്ഞ നാൾ മുതൽ, ഹല്ലേലൂയ, ദ കിങ്ഡം ഓഫ് ഹെവൻ സഫേഴ്സ് വയലൻസ്. അന്നു മുതൽ അതിനെതിരായ യുദ്ധം തുടങ്ങി. ചിലർ എഴുന്നേറ്റു, ചിലർ എനിക്ക് അവിടെ പോകണമെന്ന് തീഷ്ണതയോടെ വന്നു. ദേ വെർ പാഷനേറ്റ് അബൌട്ട് കിങ്ഡം ഓഫ് ഗാഡ്. ഇന്ന് ആ പാഷൻ, ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ ഉള്ളിലും ഒരു പാഷൻ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കവിടെ പോകണം. ഇവിടുത്തെ എന്ത് കിട്ടുന്നതിനേക്കാളും അധികമായിട്ട് എനിക്ക് സ്വർഗരാജ്യത്തിൽ എനിക്ക് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ യോഹന്നാൻ വിളിച്ച് പറഞ്ഞത്, കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. അപ്പോൾ അതുവരെ പാപത്തിൽ ഒരു റിപ്പൻറ്റൻസ് ഇല്ലായിരുന്നു അവർക്ക് എന്തുണ്ടോ അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. എന്നാൽ റിപ്പൻറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ കണ്ണ് തുറക്കുന്നത്. ഞങ്ങൾ റിപ്പൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് തന്നെയാണ് അപ്പസ്തോലനായിരുന്ന പത്രോസും പറഞ്ഞത്. എന്ത്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പസ്തോലനായിരുന്ന പത്രോസും പറഞ്ഞു, റിപ്പൻറ്റ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിലെ പലതും ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഫോക്കസ് നമുക്ക് ദൈവത്തിൽ വയ്ക്കാം. അവൻ നമ്മെ നടത്തട്ടെ. ഇവിടെയുള്ള ബ്ലെസ്സിങ്ങുകൾ, അനുഗ്രഹങ്ങൾ ദൈവം തരുന്നത് നമുക്ക് മേടിക്കാം. അതൊന്നും ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. നമുക്ക് വേണ്ടി സകലവും അവൻ ചെയ്തു തരുന്നൊരു ദൈവമാണ്. എന്നാൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ പോകണം. ഇത് അന്നു മുതൽ തുടങ്ങിയത് ആണെങ്കിൽ തന്നെയും അത് ഇനി കർത്താവിൻ്റെ വരവരെയും ഉള്ള ഒരേ ഒരു ഡയലോഗാണത്. ഹല്ലേലൂയ. ഒരേ ഒരു ശബ്ദമാണത്. എന്ത്, നമുക്ക് അവിടെ എത്തണം, എനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, യോഹന്നാൻ്റെ ദിവസം മുതൽ അതിന് ഓപ്പോസിഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിനെതിരായ ഓപ്പോസിഷൻ ഉണ്ട്. ഇത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമല്ല. അതുവരെയും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, ഒരു
വയലൻസും ഇല്ലാതിരുന്ന സമയത്ത് വയലൻസ് തുടങ്ങാൻ കാരണം ചിലർ സ്വർഗരാജ്യത്തെക്കുറിച്ച് ശ്രദ്ധ വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആരെല്ലാം സ്വർഗരാജ്യത്തിനു വേണ്ടി ഹല്ലേലൂയ നമ്മൾ പാടിയതുപോലെ ഇവിടെ തുടങ്ങുന്ന ഈ ബന്ധം സ്വർഗരാജ്യത്തിലും തുടരണമെന്ന് ആഗ്രഹമുള്ള ഒരുവനാണ് പാടിയതെങ്കിൽ നിന്റെ മേൽ അവൻ്റെ നോട്ടമുണ്ട്. പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനും നിങ്ങളും സ്പിരിച്വലി വയലൻ്റ് ആകണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഹല്ലേലൂയ. അവനെന്തായാലും ഇവൻ പാവ, ഇവനങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പിശാചാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഇവൻ പാവമാ, ഇവൻ അങ്ങ് സ്വർഗത്തിൽ പോയിക്കോട്ടെ, ഇവൻ ആളൊരു അല്പം മൂശേട്ടയാ, ഇവനെ വിടണ്ട, അങ്ങനെയാണോ പിശാച് ചിന്തിക്കുന്നത്? അല്ല. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ പോലും അങ്ങോട്ട് പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരൊക്കെ അതിനുവേണ്ടി ഡിസിഷൻ എടുത്തോ അവർക്ക് എതിർപ്പുകളുണ്ട്. they have to be real violent people pertaining to kingdom of God. ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അപ്പോൾ പിശാച് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകുന്ന ആ കാര്യത്തെയാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ ബേസിക് ഡിസയർ എന്ന് പറയുന്നതും എന്താണ്? ഞാൻ സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെയാ യുദ്ധം. ആമേൻ. ഹല്ലേലൂയ. പിശാച് നീ അവിടെ പോകരുത് എന്ന് പറയുമ്പോഴാ എൻ്റെ ദൈവത്തിന് ഇവിടെ എന്തൊക്കെ നിനക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്താണത്? ഈ മകൻ, ഈ മകൾ സ്വർഗരാജ്യത്തിൽ കാണണം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നമുക്ക് അയ്യോ അത് ലഭിച്ചില്ല, പോയി എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ യേശു പറഞ്ഞ കാര്യം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയവനേക്കാൾ വലിയവനാണ് അവിടുത്തെ ഏറ്റവും ചെറിയവൻ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നോട്ടം അങ്ങോട്ടാകട്ടെ. എന്ത് ബന്ധമായാലും ഏറ്റവും മുറുകെ പിടിക്കേണ്ടത് സ്വർഗരാജ്യത്തിലും തുടരുന്ന ആ ബന്ധത്തെ ആകട്ടെ. നമുക്കത് മുറുകെ പിടിക്കാം. സ്വർഗരാജ്യത്തിലും എനിക്ക് തുടങ്ങണം. എന്നെ വിളിച്ച എൻ്റെ അപ്പൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് ഞാൻ അവിടെ പോകണമെന്ന് പറയുന്നത്. എന്നാൽ ആ ആഗ്രഹം എന്നിൽ വന്നപ്പോൾ അതിനെ എതിർക്കുന്ന, അതിനെ തകർക്കാൻ നോക്കുന്ന ചില ശക്തികൾ എഴുന്നേറ്റത് കൊണ്ട് ദൈവവചനം വിളിച്ചു പറയുന്നു, യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ സ്വർഗരാജ്യം അത് പോരിന് ഏർപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആൻഡ് ഓൺലി ദ വയലന്റ് പീപ്പിൾ എൻ്റർ ഇൻ ടു ദാറ്റ്. അവർ മാത്രം അതിനെ പിടിച്ചടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പിശാചിനെ ജയിക്കാനായിട്ട് നമുക്ക് വയലന്റ് പീപ്പിൾ ആകാം. കാരണം അന്ന് മുതൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ആ യോഹന്നാൻ്റെ നാൾ മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്താ കാരണം? അന്നാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കിട്ടുന്നത്. ആരാണത് സംസാരിച്ചത്? യോഹന്നാൻ സ്നാപകനാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അവൻ വിളിച്ചു പറഞ്ഞത് അതാണ്, റിപ്പന്റ്, അല്ലേ? അസിയൽ, John the Baptist said, Matthew 3:2, repent for the kingdom of God is near at hand. The kingdom of God is near. You must preach that to many people. Amen. Yes. Hallelujah. Hallelujah. സ്തോത്രം. രണ്ടാമത്തെ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? മാത്യു 11:12. മാത്യു 11:12. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു സ്നാപക യോഹന്നാൻ്റെ നാൾ മുതൽ ഇത് ആരംഭിച്ചു. രണ്ടാമത് സ്വർഗരാജ്യത്ത് ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അന്ന് മുതൽ ആ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്നാണ് ഇത് ആരംഭിച്ചത്. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ
ഇതേക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചില ബൈബിൾ വേർഷനുകൾ നോക്കിയാൽ കാണാൻ പറ്റും, ദ ക്രൈ, അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വോയിസ് ഓഫ് ദ മാൻ ക്രൈയിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? മേ ബി ഹല്ലേലൂയ വായിച്ചാട്ടെ. 3:2 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനെക്കുറിച്ച് ഓക്കെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വായിച്ചോട്ടെ. വാക്കിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ. ഇതാണ് ഈ പറഞ്ഞ കാര്യമാണ് അവിടെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതേക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗം ഉച്ചരിച്ച് പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ വോയിസ് ഓഫ് ദ വൺ ക്രൈയിങ് ഇൻ ദ വിൽഡർനെസ്. ഹല്ലേലൂയ. അവിടെ അതുവരെയും കേൾക്കാത്ത സമയത്ത് സ്നാപക യോഹന്നാൻ്റെ ശബ്ദമെന്ന് പറയുന്നത് വെറുതെ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് എന്താണ്? ഹി വാസ് ക്രൈയിങ്, അല്ലേ? ക്രൈയിങ് എന്ന ആ പദത്തിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ബൗബൂൺ എന്നാണ്. ബൗബൂൺ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഹല്ലേലൂയ, ലൗഡ്ലി ഷൗട്ട്, വളരെ ഉച്ചത്തിൽ അത് വിളിച്ചു പറയുക മാത്രമല്ല, പ്രൊക്ലൈമിങ് വിത്ത് സ്ട്രോങ് ഇമോഷൻ. ഹല്ലേലൂയ. ഹി വാസ് ക്രൈയിങ് ഔട്ട്. അവൻ പറഞ്ഞു എന്നല്ല, പ്രീച്ച് ചെയ്തു എന്നല്ല പറഞ്ഞത്, അവൻ സ്വകാര്യം പറഞ്ഞു എന്നല്ല പറഞ്ഞത്, മറിച്ച് the words that came out, and the Bible described that he was crying, the voice of the one crying in the wilderness. He was speaking that with a great emotion and a loud voice. ഇന്ന് ആരെങ്കിലുമൊക്കെ അതേക്കുറിച്ച് പറയുന്നുണ്ടോ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് തീഷ്ണതയില്ലാത്തതിൻ്റെ കാരണം ആരും അതുപോലെ ഇമോഷണലായിട്ട് പറഞ്ഞു കാണില്ല. സ്തോത്രം, ഒരുപക്ഷെ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വളരെ ലൗഡായിട്ട് ഇമോഷണലി പറയണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ആൻഡ് പാഷനേറ്റ് വേ. ഇൻ എ പവർഫുൾ ആൻഡ് പാഷനേറ്റ് വേ ഹി വാസ് പ്ലീഡിങ് പീപ്പിൾ. അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, കം ബാക്ക് ടു ഗോഡ്, റിപ്പൻറ്റ്. അതുവരെ എന്തായിരുന്നു? ഇത്രയും 2000 പരം വർഷം കഴിഞ്ഞു, പിന്നെ 1600 പരം വർഷം കഴിഞ്ഞു, പിന്നെ അപ്പോഴേക്കും എന്തുണ്ടായി? പുതിയ ടെമ്പിളെല്ലാം പണിതു. പക്ഷേ വീണ്ടും ദേ ബിക്കെയിം ബാക്ക് സ്ലൈഡേഴ്സ് ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ദേ വെർ ഡിസ്റിഗാർഡിങ് ദ ലോ ഓഫ് ഗാഡ്. ആ കണ്ടീഷനിലായി. അതും കഴിഞ്ഞ് 400 വർഷത്തെ സൈലൻസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അവൻ ഹി വാസ് ക്രൈയിങ് ഔട്ട് ഇൻ ദ വിൽഡർനെസ്. അവൻ ഹല്ലേലൂയ ഇമോഷനിലോടുകൂടെ ലൗഡ് വോയിസ് ആയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, എ പാഷനേറ്റ് ആൻഡ് പവർഫുൾ പ്ലീ ടു കം ബാക്ക് ടു ഗാഡ്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പലതിനെക്കുറിച്ചും വളരെ ഇമോഷനായിട്ടും അല്ലേ, നമുക്ക് ഇന്നത് കിട്ടും, അത് ലഭിക്കും, നീ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഭയങ്കര ഇമോഷനാണ്. എന്നാൽ ഇവിടെ ഇമോഷനിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. എന്താണെന്നറിയാമോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. റിപ്പന്റ്. ഹല്ലേലൂയ. ദൈവവചനം രേഖപ്പെടുത്തി, ഹി വാസ് ക്രൈയിങ് ഔട്ട്, ഹല്ലേലൂയ, വിത്ത് എ ലൗഡ് ഷൗട്ട് ആൻഡ് പ്രൊക്ലെയിമിങ് വിത്ത് എ സ്ട്രോങ് ഇമോഷൻ. ആ ഫീൽ ചെയ്തിട്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് വാസ്തവത്തിൽ വാസ് ഇറ്റ് ജോൺസ് ക്രൈ? Hallelujah. It was not John's cry. ഇമോഷനോടുകൂടെ, ആ സ്ട്രോങ് ഇമോഷനോടുകൂടെ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത് ആരാണ്? God himself. Let us turn to Isaiah chapter 40 verses from 1 to 8. എന്റെ ജനത്തെ ആശ്വസിപ്പിൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവം പറയുകയാണ്. ഏതാ സമയം? ഹല്ലേലൂയ. ആ ജനം
വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും ദൈവത്തെ അകന്നും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ അവരുടെ കഷ്ടം കണ്ടിട്ടായിരിക്കണം, അവരുടെ വേദന കണ്ടിട്ടായിരിക്കണം ഇത് പറയുന്നത്. ആരാണ്? ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ. വായിച്ചേ. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. അവർ മിടുക്കരായിട്ടൊന്നല്ല, അവർ വിശുദ്ധരായിട്ടൊന്നുമല്ല. എന്നാൽ അവരുടെ അവസ്ഥ കണ്ട് നമ്മുടെ ദൈവത്തിന് സഹിക്കാൻ മേലാഞ്ഞിട്ട്. അടുത്ത വാക്യം. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടിട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവി. അവളോട് പറ. എന്താ പറയേണ്ടത്? പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, സകല പകരം യഹോവ എന്ത് ചെയ്യുന്നു? അതിന് അതിമടങ്ങായി നിനക്ക് ബ്ലെസ്സിങ് ലഭിക്കാൻ പോകുന്നു, നിന്റെ ഇരുട്ട് മാറാൻ പോകുന്നു, നീ ആശ്വസിക്കണം എന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ. നിങ്ങളുടെ പാപം ഇല്ലാത്ത അവസ്ഥ കണ്ടിട്ടല്ല, പക്ഷേ അതിന് ഇരട്ടിയായി നന്മ നൽകുവാൻ തക്കവണ്ണം ഞാൻ മനസ്സായിരിക്കുന്നു എന്ന് ദൈവം തന്നെ വിളിച്ചു പറയുകയാണ്. അടുത്ത വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്. അതാണ് ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ആരാത്? മരുഭൂമിയിൽ യഹോവയ്ക്ക്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറയുന്നത്? ദൈവത്തിൻ്റെ കരച്ചിലാ, ദൈവത്തിൻ്റെ വേദനയാ പറയുന്നത്. എൻ്റെ ജനം എന്നിൽ നിന്ന് അകന്നുപോയി, എൻ്റെ ജനം ഹല്ലേലൂയ അവരുടെ മറ്റ് ദൈവങ്ങളിലേക്ക് പോയി, അവരെൻ്റെ വചനത്തെ ഡിസ്റിഗാർഡ് ചെയ്തു. അവിടെ ദൈവത്തിൻ്റെ കരച്ചിലാണ്. മാത്രമല്ല, എന്തിനു വേണ്ടിയാ? തൻ്റെ ലോ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ദുഃഖമൊന്നുമല്ല, മറിച്ച് എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ. അവർ ദുഃഖത്തിലാണ്, അവർ നാശത്തിലാണ്, അവർ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എന്ത്? എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്യം ഐശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 40:3 പറയുന്നു. വായിച്ചട്ടെ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താഴ്ന്നും വരണം. ആമേൻ. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാ. ഇപ്പോൾ കാണുന്ന ഉയർച്ച താഴ്ചകളൊക്കെ മാറി അത് സമഭൂമിയായി തീരും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് ഹല്ലേലൂയ പെരുവഴി ഉണ്ടാകും. അല്ലെ, ഒരു മനുഷ്യനും കടന്നു പോകാത്തിടത്ത് പെരുവഴികൾ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രോമിസാണ്, ദൈവത്തിൻ്റെ വേദനയാണ്. He was actually moved with compassion. That was the cry. John took it. Hallelujah. ഇത്രയും വർഷത്തെ ആ സൈലൻസിന് ശേഷം ആ ദൈവത്തിൻ്റെ ഹൃദയം അത് മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ അവിടെ പറയാണ്, കണ്ടോ, എന്താ പറഞ്ഞേ? കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ യെശയ്യാ പ്രവാചകൻ പറയുകയാ, ഇത് കണ്ടുകൊണ്ട്. സ്തോത്രം. എല്ലാ താഴ്വര നികന്നും എല്ലാ മലയും കുന്നും താഴ്ന്നും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ഓ ഹല്ലേലൂയ, വാട്ട് എ പ്രോമിസ്. ഹല്ലേലൂയ. അവൻ വിളിച്ചു പറഞ്ഞപ്പോഴ് ആ വെറുതെ മാനസാന്തരപ്പെടുക, സ്വർഗത്തിൽ പോകുക എന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ ഒട്ടനവധിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. അപ്പൊ ഇത് ആരുടെ വായാണ്? യോഹന്നാന്റെ വായല്ല. യോഹന്നാൻ was not crying, but God himself was crying. He was moved with compassion. He was shouting with a great conviction, and he was in a powerful shout, a passionate plea to come back to God. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? അതുകൊണ്ടായിരിക്കണം അന്നു മുതൽ ചില violent people have risen up. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അത് കേൾക്കണം. ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ കേൾക്കണം.
ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കരച്ചിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകണം. ഹല്ലേലൂയ. വായിച്ചു. കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയണ്ടേ എന്ന് വീണ്ടും വീണ്ടും അതേ കാര്യമാ പറയണ്ടേ. എന്താ വിളിച്ചു പറയേണ്ടത്? സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആമേൻ. ഈ ഒരു വചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വചനമാണ് പിന്നീട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്താ? റിപ്പന്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ്, കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്, ഈസ് നിയർ. അതുകൊണ്ട് റിപ്പന്റ്. ഈ വചനം, മനുഷ്യൻ പുല്ലുപോലെയും പൂ പോലെയും വാടിയും കരിഞ്ഞും പോകും. എന്നാൽ ഈ വചനം അത് മാറത്തില്ല. ഈ വചനം എങ്ങനെ വന്നതാ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആഴത്തില്ല ഇമോഷനോടുകൂടെ വന്ന വചനമാണ്. ഹല്ലേലൂയ. കണ്ടോ, അവൻ വിളിച്ചു പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. കണ്ടോ, അവൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അവിടെ പോകണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഹല്ലേലൂയ ഒന്നാണ് പ്രസംഗിക്കാനുള്ളത് നമുക്ക്. ഹല്ലേലൂയ. റിപ്പന്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. നമുക്ക് അതിൽ ഉത്സുകതരായിട്ട്, നമുക്ക് അതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇനി ഇത് ദൈവത്തിൻ്റെ തന്നെ വികാരമാണ്, ഇമോഷനാണ് ആ ക്രൈ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് മകൻ, ഏകജാതൻ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി. ഈ യോഹന്നാൻ എവിടെ നിർത്തിയോ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന് എന്ന് ശബ്ദം തീർന്നുവോ? 17-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേ വാക്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ അതേ സ്വരമാണ് അന്ന് യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളായിട്ട് വെളിയിൽ വന്നെങ്കിൽ അത് യേശു തന്നെ അതെടുത്ത് പറയുകയാണ്. അന്നു മുതൽ എവിടെയാണോ യോഹന്നാൻ സ്നാപകൻ നിർത്തിയത്, അന്നു മുതൽ ഹല്ലേലൂയ യേശു അതേ കാര്യം വിളിച്ചു പറയാൻ തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. റിപ്പന്റ്. ഹല്ലേലൂയ. ഈ നമ്മൾ അതിനെ ഗണിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഗൗനിക്കാതിരുന്നാൽ, നമ്മൾ അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ എത്രയോ വലിയ പരാജയത്തിന് കീഴിലാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫോക്കസ് ഹല്ലേലൂയ ആ ദൈവരാജ്യത്തിലേക്കാകട്ടെ. ആ മരുഭൂമിയിൽ വിളിച്ച് പറഞ്ഞ് കേട്ടതായ, കേൾക്കപ്പെട്ടതായ ആ വചനങ്ങളായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ കാതിൽ. അത് ദൈവത്തിൻ്റെ ക്രൈ ആണ്, ദൈവത്തിൻ്റെ കരച്ചിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഏറ്റെടുത്ത ചിലർ യോഹന്നാൻ സ്നാപകന്റെ ഹല്ലേലൂയ നാൾ മുതൽ എഴുന്നേറ്റു. They are called the spiritually violent people. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആ ഗണത്തിൽ പെടട്ടെ. ഞാനും നിങ്ങളും ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ഉൾക്കാഴ്ചയുള്ളവരായി തീരട്ടെ. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന ചിലർ എഴുന്നേറ്റു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അത് കണക്കാക്കാതെ ഇരുന്നാൽ, ഞാനും നിങ്ങളും ഒരുപക്ഷെ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പോകുന്നവരായിരിക്കും. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഉൾക്കാഴ്ചയുടെ ആഴം ഞാനും നിങ്ങളും ഒന്നുകൂടെ ശോധന ചെയ്ത് അതിനെ വിലയിരുത്തി ഒന്നുകൂടെ ഹല്ലേലൂയ അതിനെ ഒന്നുകൂടെ ഒന്ന് ഉത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. പുല്ല് വാടുന്നത് പോലെ, പൂവ് ഉണങ്ങിപ്പോകുന്നത് പോലെ മനുഷ്യരെല്ലാം പോകും. നമ്മൾ ഈ കാണുന്നതെല്ലാം പോകും.
എന്നാലേ അവൻ പറഞ്ഞ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന വചനമുണ്ടല്ലോ, ദ വേർഡ് ദാറ്റ് വാസ് റിലീസ്ഡ്. ആമേൻ. ഒരു നിശബ്ദതയുടെ, അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയല്ലേ, ഒന്നും കേൾക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ നമുക്കത് പെട്ടെന്ന് നമ്മളെല്ലാം ശ്രദ്ധിക്കും, അല്ലേ? 400 വർഷം ചരിത്രത്തിലുണ്ടായിട്ടില്ല, നിശബ്ദതയ്ക്ക് ശേഷം കേട്ട വചനമാണ് എന്ത്? റിപ്പന്റ്. എല്ലാവരും കേൾക്കത്തക്കവണ്ണം, എല്ലാവരും ഞെട്ടത്തക്കവണ്ണം. ഞാൻ അവിടെ എൻ്റെ വർക്ക് ഏരിയയിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എൻ്റെ ഭാര്യ ഞാൻ ഉറങ്ങുന്നുണ്ടോ നോക്കാനായിരിക്കും, ഇടയ്ക്ക് എന്തെങ്കിലും താഴെ ഇടും, പാത്രം എന്തെങ്കിലും. അപ്പം നിശബ്ദതയിലെടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ എന്താ പറ്റിയേ, എന്തെങ്കിലും ഞാൻ വരണമെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ 400 വർഷത്തെ സൈലൻസിന് ശേഷം വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ദ ക്രൈ ഓഫ് ഗാഡ് ഹിംസെൽഫ്. അന്നത് കേട്ടവർ അന്നു മുതൽ ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഇന്നും അതേ ആ ശബ്ദം ഇന്ന് നമ്മുടെ കാതുകളിൽ, ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. ഞാനും നിങ്ങളും ഹല്ലേലൂയ സ്പിരിച്വലി വയലന്റ് പീപ്പിളായിട്ട് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. കർത്താവ് സന്തോഷിക്കട്ടെ. പിശാച് പറയുകയാണ് ഞാൻ അവിടേക്ക് ആരെയും വിടത്തില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അപ്പച്ചൻ്റെ ആഗ്രഹമായിരിക്കുന്ന ആ ദേശത്തേക്ക് പോവാൻ ഹല്ലേലൂയ ഈ തടസ്സത്തെ മാറ്റി വെച്ചുകൊണ്ട് ചിലർ എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ.